ഞങ്ങൾ ഇന്ന് പ്ലാൻ ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പറമ്പ് ചുറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല, കിട്ടുന്നതെല്ലാം പറക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ആദ്യം പോകാൻ പോകുന്നത് മണിയേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള മണി പ്ലാന്റ് പറിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ നോട്ടിട്ട് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് ആയിരുന്നു ഇത്. കാരണം ഒത്തിരി ഉണ്ട്, തോട്ടുവരമ്പിലെ ആ ഭാഗത്തായിട്ട് നിറയെ ഒരു മരത്തിൽ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. മുകളിലേക്കൊക്കെയാണ് നല്ല വലുപ്പമുണ്ട് ഇല. എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എൻ്റെ കൈ കിട്ടുന്ന അത്രയും പറിച്ചുകൊണ്ട് വരും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെ കുറച്ച് പറിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ വെക്കണം, കുറച്ച് പുറത്ത് വെക്കണം, കുറച്ചിങ്ങനെ തൂക്കിയിടണം. ആഹാ, എത്ര സ്വപ്നങ്ങളാണെന്നോ എനിക്ക്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ കളക്ഷനിൽ ഇവനില്ലാത്തൊരു കളി നമുക്കില്ല. ഞാൻ ആക്രാന്തം കൂടി വലിച്ചു പറിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് മണിയേട്ടനും ഭാര്യയും നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നത് വലിയ പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അടുത്ത ലക്ഷ്യസ്ഥാനം മനസ്സിൽ ഉറപ്പിച്ച് യാത്രയായി. ഇതേണ്ട ഈ സാധനം നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാതെ കിടന്നതാണ് കേട്ടോ. ഈ കൊറോണ കാലമൊക്കെ ആയപ്പോൾ ഇതൊക്കെ പിന്നെ താരമായി യൂട്യൂബിൽ. അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വലിച്ചു പറിച്ചത്. ഇതിന് ഫേൺസ് എന്നെങ്ങാണ്ടൊക്കെ പറയുന്നത്. എന്തായാലും കാണാൻ നല്ല ചന്തമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ചെടികളൊക്കെ കൊണ്ട് വലിയ ഷോ കാണിച്ച് നടന്നു പോകുമ്പോഴാണ് തോടിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ദേണ്ടേ ഒരു കലേഡിയം വർഗത്തിൽപ്പെട്ട കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നു. യെസ്, ഇനി അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ ഞാൻ അങ്ങോട്ട് ചാടി കടക്കാൻ തന്നെ തീരുമാനിച്ചു. ആമാ, അവിടെ എത്തി. വിചാരിച്ചില്ല എത്തുമെന്ന്. ഒന്നിനും വിടാതെ വാരിക്കൂട്ടി പെറുക്കി ഞാൻ. എന്ത് ചന്താട്ടോ ഇവരെയൊക്കെ കാണാൻ. പച്ചയിൽ വെള്ളപ്പുള്ളി, ചുവന്ന പുള്ളി, ആഹാ എത്ര മനോഹരം. കണ്ടോ, ഇത് രസമല്ലേ? ഇത്ര കാലം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ കാണുമായിരുന്നു, കാട്ടുചേമ്പാണ്, വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെരുകും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. ഇതാ വേറൊരു കാട്ടുചേമ്പ്, കലേഡിയം വർഗത്തിൽപ്പെട്ട വേറൊരു ഇനാണിത്. ഇതിൽ കണ്ടോ ചുമന്ന വരകൾ ഇങ്ങനെ പോയിട്ടുണ്ട്, വെള്ള പൊട്ടുകളുണ്ട്. എന്തായാലും ചേമ്പുകളൊക്കെ പൊളിയാണ്, കാണാനൊക്കെ എന്ത് ലുക്കാണല്ലേ. അപ്പോൾ തോട്ടുവരമ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മല കയറാൻ പോവുകയാണ്. അവിടെ പറമ്പിൽ അത്യാവശ്യം നല്ല ചെടികളൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ണിൽപ്പെട്ടത് ഈ ചുമന്ന സുന്ദരിയാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇതിൻ്റെ പേരറിയില്ല, ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗി. തണ്ടിൻ്റെ കളറാണെങ്കിലും ചുമന്ന കളറാണ്. ഇലയ്ക്കും ഒരു പ്രത്യേക ഷേപ്പാണ്, ഒരു പ്രത്യേക ഭംഗി മൊത്തത്തിൽ കാണാൻ ഇതിനെ. ഇതിൻ്റെ തണ്ടാണോ നടുക വിത്താണോ നടുക എന്നൊക്കെ കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. നോക്കിക്കേ, ഞാൻ വിളിച്ച എന്തോ ജീവിയാണെന്ന്, പക്ഷെ എന്തോ ജീവി തന്നെയാണ്. ആണോ? ജീവനുള്ള പോലെ ഉണ്ട്. പുഴുവാണോ? ഉറപ്പാണ്. ഞാൻ വിത്താന്ന് വിചാരിച്ചിട്ടു. പിന്നെ കണ്ടോ, ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ പൊട്ടിയിട്ട് പാമ്പുകായോ? വിത്താണോ? അല്ല, പുഴുവന്. ഇത് കണ്ടോ, കയ്യിൽ വെക്കുന്ന വരെ എനിക്ക് തോന്നിയിരുന്നത് പുഴുവാണെന്നാണ്. കൈ വെച്ച് കഴിഞ്ഞിട്ടും എനിക്കത് തന്നെ തോന്നുന്നത് കേട്ടോ. എനിക്ക് മറിച്ചിട്ടപ്പോഴൊക്കെ ശരിക്കും പുഴുവാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നാൽ നമ്മൾ അതിൻ്റെ ഒരു എതളെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്. അത് പുഴുവല്ലായിരുന്നു, ഇതിൻ്റെ വിത്താണെന്ന്. കണ്ടോ? വാവ്, ശരിക്കും പുഴു പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും ഞങ്ങൾ നടന്ന് നീങ്ങിയപ്പോൾ ദേണ്ടേ പിന്നെയും കുറേ ഫേൺസ്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നൊസ്റ്റുമാണ്. പണ്ടൊക്കെ ഇതിൽ ഇങ്ങനെ അച്ചടിച്ച് കളിക്കുമായിരുന്നു.
ഇതിലൊരു വെള്ള പൊടി പോലെ ഉണ്ടാവും. അതിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പടോ എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഉള്ള ന്യൂസ്റ്റൊക്കെ. പക്ഷെ അങ്ങനത്തെ വെള്ള പൊടിയുള്ള ആ സാധനങ്ങളൊന്നും കാണാനില്ല. ഞാൻ കുറേ തപ്പി, ഇല്ലെങ്കിൽ കളിക്കായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളിക്കൂട്ടുകാരനെയാണ്. എൻ്റെ കളിക്കൂട്ടുകാരൻ മാത്രമല്ല, എൻ്റെ എല്ലാ വിക്രസിനും കൂട്ടു നിൽക്കുന്ന ഒരേ ഒരുത്തനാണ്. എന്തോ മാങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എറിയാൻ തുടങ്ങിയതാണ്. ഞങ്ങളൊന്നും കണ്ടില്ല. കുഞ്ഞു കുഞ്ഞു ചെടികളൊന്നും അത്ര പോരെന്നും തോന്നിയ ഞങ്ങൾ പിന്നീട് ലക്ഷ്യം വെച്ചത് ഒരു ചെറിയ മുളങ്കാടിനെയാണ്. അടാളോ മറ്റോ ആയുധങ്ങളോ ഒന്നും കൈ കരുതിയിരുന്നില്ല. അതുകൊണ്ട് വേരോടെ തന്നെ പറിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആ പെടാപ്പാടാണ് ഈ കാണുന്നത്. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ കേട്ടു എന്നത് അവിടെ ചെല്ലുമ്പോൾ അറിയാം. പോകുന്ന വഴിയിലാണ് ഒരു ഭീകരനായ ഞണ്ട് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഇന്ന് ഞണ്ടിറച്ചിയാണെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ കാറ്റ് പോയതായിരുന്നു എന്ന്. ആട്ടെ, പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മഴ വന്ന് ഞങ്ങൾ തളർത്താൻ നോക്കി. പക്ഷെ തളരില്ല മക്കളെ. അമരൻ കണ്ടേ, ചോല കണ്ടേ, പുഴകൾ കണ്ടേ, തോന്നനോ കണ്ണിന് തോന്നോ താനിനോ കണ്ണിന് താനിന്നാണ് താനിനോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഏതാണ്ട് മതിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക്